വെൽക്കം. ദിസ് ഇസ് സഫ്ന ഫോർ സക്സസ് അക്കാദമി. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. സോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 1-ൽ എന്തൊക്കെ പഠിച്ചു? സം ബേസിക് ഫാക്ട്സ് അല്ലേ? സോ അൺനോൺ ഫാക്ട്സ്, നമുക്ക് അറിയാവുന്ന ഫാക്ട്സ്, അറിയാത്ത ഫാക്ട്സ്, നോൺ ഫാക്ട്സ്, അൺനോൺ ഫാക്ട്സ് എല്ലാം പഠിച്ചു. ദെൻ വി ഹാഡ് എ ഹ്യൂജ് ഡിസ്കഷൻ അബൌട്ട് ദ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി വന്നു, റൈറ്റ്? അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയാണ് അത് രൂപീകരിക്കപ്പെട്ടത്, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2-ൽ നമ്മൾ നോക്കാൻ പോകുന്നത് സം ബേസിക് ഫീച്ചേഴ്സാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സം ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 2-ൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഐ ഹാവ് ഓൾസോ സം ഫാക്ട്സ് അബൌട്ട് ഇറ്റ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ പാർട്ട് 1-ൽ പറഞ്ഞ പോലെ കുറച്ച് ഫാക്ട്സുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. സോ ഫാക്ട്സിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് എല്ലാവർക്കും ഗാർഡിയൻ ഉണ്ടല്ലേ? സോ നമ്മുടെ ഗാർഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് ആണ്. സോ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ഓൾറൈറ്റ്, സുപ്രീം കോർട്ട് ഈസ് ദ ഗാർഡിയൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ അപ്പെക്സ് കോർട്ടായിട്ടുള്ള സുപ്രീം കോർട്ട്. ഓൾറൈറ്റ്, സോ ഇനി അടുത്തത് വരുന്നത് കസ്റ്റോഡിയൻ ആണ്. ഇത് ഗാർഡിയൻ ആണ് ചോദിച്ചത്. സോ ഹൂ ഈസ് ഇൻ കസ്റ്റഡി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഓക്കെ, കസ്റ്റോഡിയൻ ആരാണ് എന്നുള്ളതാണ് അടുത്തത്. സോ കസ്റ്റോഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ പ്രസിഡൻറ്റ്. ഓക്കെ, പ്രസിഡൻ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തത് വരുന്നത് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലോർഡ് മൗണ്ട് ബാറ്റൺ. ഓക്കെ, ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് ഗവർണർ ജനറൽ. ഓക്കെ, സോ ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം ഗവർണർ ജനറൽ ഓഫ് ഫ്രീ ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ്. സോ ഇന്ത്യക്കാരനായ ഫസ്റ്റത്തെ ഗവർണർ ജനറൽ, ഫ്രീ ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സി രാജഗോപാലാചാരി. ഓക്കെ, സി രാജഗോപാലാചാരിയാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം ദ ഗവർണർ ജനറൽ. ഓക്കെ, ഫ്രീ ഇന്ത്യയുടെ, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ. ദെൻ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് പാകിസ്ഥാൻ, നമ്മുടെ ഇന്ത്യയിൽ നിന്നും പാർട്ടീഷൻ മൂലം പാർട്ടായി പോയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പാകിസ്ഥാൻ്റെ ഗവർണർ ജനറൽ ആരാണ്, ഫസ്റ്റ് ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ദെയർ ഫാദർ, അതായത് അവരുടെ ഫാദർ ഓഫ് ദ നേഷൻ ആയിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയാണ് അവരുടെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് പാകിസ്ഥാൻ. ഓൾറൈറ്റ്, സോ നെക്സ്റ്റ് ഈസ് ദ വൈസ് പ്രസിഡൻറ്റ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലീനെ കുറിച്ചും, അതുപോലെ തന്നെ ഒത്തിരി കമ്മിറ്റീസ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതുപോലെ ഒത്തിരി കമ്മിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്ന ഒരെണ്ണമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡൻ്റ് ആയിട്ട് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് HCM മുഖർജി. ഓക്കെ, സോ വൈസ് പ്രസിഡൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് HCM മുഖർജി ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉണ്ടല്ലേ, ട്രൈ കളർ ഫ്ലാഗ്. സോ ഈ ട്രൈ കളർ ഫ്ലാഗിൻ്റെ, നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് എന്നാണ് എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, സോ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടത് 22 ജൂലൈ 1947-ലാണ്. ഓക്കെ, 22 ജൂലൈ 1947-ലാണ് നമ്മൾ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത്. നമുക്കിത് പഠിക്കാം. അതായത് ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടിയത് 1947-ലാണ്. സോ അത് കിട്ടിയത് ഓഗസ്റ്റിലാണ്. സോ അതിന് തൊട്ട് മുന്നുള്ള മാസം ജൂലൈ. സോ അത് വെച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ജൂലൈയിലാണ് നമുക്ക് നമ്മുടെ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. സോ എന്ത് നിർമ്മിക്കുമ്പോഴും, അല്ലെങ്കിൽ എന്ത് നമ്മൾ പണി കഴിപ്പിക്കുമ്പോഴും, അല്ലെങ്കിൽ എന്ത് നമ്മൾ നിർമ്മിക്കുമ്പോഴും അതിനൊരു എക്സ്പെൻഡിച്ചർ ഉണ്ടാവും അല്ലേ? സോ അതിനൊരു കോസ്റ്റ് ഉണ്ടാവും. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ചിലവാക്കിയ രൂപ, സോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് 64 lakhs. ഓക്കെ, 64 ലക്ഷം രൂപയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് റിവൈൻഡ് ഇറ്റ് വൺസ് മോർ. ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. സോ കസ്റ്റോഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻ്റ് ആണ്, നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആണ്. ആൻഡ് ഫസ്റ്റ് ഗവർണർ ജനറൽ, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ഫസ്റ്റ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ്. ആൻഡ്
ഇന്ത്യക്കാരനായിട്ടുള്ള ഫസ്റ്റത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് സി രാജഗോപാലാചാരിയാണ്. ആൻഡ് ഓൾസോ അടുത്തത് പാകിസ്ഥാൻ്റെ, അതായത് നമ്മളിൽ നിന്നും പാർട്ടീഷൻ മൂലം വിട്ടുപോയിട്ടുള്ള രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ്റെ ഫസ്റ്റ് ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഫാദർ ഓഫ് ദ നേഷൻ ആയിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ്, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HCM മുഖർജിയാണ്. HCM മുഖർജി. ഓക്കെ, സോ അടുത്തതെന്ന് പറയുന്നത് നാഷണൽ ഫ്ലാഗ്, നമ്മുടെ ട്രൈ കളർ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 ജൂലൈ 22 ഓക്കെ, സോ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ എടുത്ത ചിലവ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 64 lakhs ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫീച്ചേഴ്സ്. ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ എന്തൊരു സാധനം എടുക്കുകയാണെങ്കിലും അതിന് കുറച്ച് ബേസിക് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ബേസിക് ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ. സോ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ എഴുതപ്പെട്ട ഭരണഘടന എഴുതപ്പെടാത്ത ഭരണഘടനയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് ഒരു ഉദാഹരണമാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എഴുതപ്പെട്ട ഭരണഘടനയാണ്, കൃത്യമാണ്, പ്രിസൈസ് ആണ്, ക്ലാരിറ്റിയാണ്. ഓക്കെ, ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ ഓരോ കാര്യത്തിനും നമുക്ക് എന്തൊരു കാര്യം പറയുമ്പോഴും അതിനൊരു ക്ലാരിറ്റി വേണം അല്ലേ. സോ ആ ഒരു ക്ലാരിറ്റി എഴുതപ്പെട്ട ഭരണഘടനകൾ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ അതിൽ എല്ലാ കാര്യവും കൃത്യമായിരിക്കും, പ്രിസൈസ് ആയിരിക്കും, ക്ലാരിറ്റി ഉണ്ടാവും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി റിജിഡ്. ഓക്കെ, റിജിഡ് എന്ന് പറയുമ്പം നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഒരു കാര്യം, അതായത് എഴുതപ്പെട്ട ഭരണഘടനകളിൽ എന്തെങ്കിലും ഒരു കാര്യം മാറ്റണമെങ്കിൽ അത് കുറച്ച് കഷ്ടമാണ്. അപ്പോൾ അമെൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ റിജിഡിറ്റി എന്ന ക്യാരക്ടറിസ്റ്റിക് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു റിജിഡിറ്റി നമുക്ക് എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഉണ്ടാവും. സോ ഇനി എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് പറയുമ്പം അതിനൊരു ഉദാഹരണമാണ് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ അവരുടെ കസ്റ്റംസ് അതുപോലെ തന്നെ ട്രഡീഷൻസ് അതിൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ളതാണ് ഈ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി ഫ്ലെക്സിബിൾ, അതായത് ഓരോ കാര്യം മാറ്റാനും അവർക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല, അതായത് അമെൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. സോ എന്നാലും അവർ പാർലമെൻറ്റ് അംഗീകരിക്കണം, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ കൂടി ഫ്ലെക്സിബിൾ ആണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ അതാണ് നമ്മുടെ അടുത്ത ഫീച്ചറായിട്ട് വരുന്നത്, ദ ബ്ലെൻഡ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി. ഓക്കെ, ഫസ്റ്റ് ഫീച്ചർ പറഞ്ഞു നമ്മൾ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അതുകൊണ്ട് തന്നെ അതായത് ഏറ്റവും എല്ലാ കാര്യവും നമ്മൾ എഴുതി തിട്ടപ്പെടുത്തി ചിട്ടയാക്കി വെച്ചിട്ടുണ്ട്. സോ അടുത്തത് വരുന്നത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി ആണ്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് അമെൻഡ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അമെൻഡ് ചെയ്ത് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. പക്ഷേ ചില കാര്യങ്ങളിൽ കുറച്ച് റിജിഡ് ക്യാരക്ടർ കാണിക്കാറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു പ്രിയാമ്പിൾ, നമ്മുടെ പ്രിയാമ്പിളിൽ എന്തെങ്കിലും ഒരു കാര്യം മാറ്റണമെങ്കിൽ അത്ര പെട്ടെന്ന് സാധിക്കില്ല. ഓക്കെ, സോ അതാണ് റിജിഡ് ക്യാരക്ടറായിട്ട് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ഫീച്ചർ എന്താണ്? ബ്ലെൻഡ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി. ഓക്കെ, സോ ഇനി അടുത്തത് വരുന്നത് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഓക്കെ, സോ നമുക്കറിയാം എന്തൊരു കാര്യം അല്ലെങ്കിൽ എന്തൊരു ആക്ട് അല്ലെങ്കിൽ ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു റൈറ്റ് കൊണ്ടുവരാനാണെങ്കിൽ പോലും നമുക്ക് പാർലമെൻറ്റിൽ പാസ്സാക്കാതെ ഒന്നും നടക്കത്തില്ല അല്ലേ. സോ അതാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. നമ്മുടെ ഈ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഹാസ് ടേക്കൺ ഫ്രം ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ബ്രിട്ടൻ ഈസ് ദ മദർ ഓഫ് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ അവിടെ നിന്നാണ് നമ്മൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്നുള്ളൊരു ഫീച്ചർ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുമ്പം നമ്മുടെ യൂണിയൻ മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, അവരുടെ ഹെഡായിട്ട് പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും. സോ ഇവർ കൊണ്ടുവരുന്ന നിയമങ്ങൾ കാര്യങ്ങൾ ആണ്, അല്ലെങ്കിൽ ഇവരാണ് നമ്മളെ ഭരിക്കുന്നത്. സോ അതൊക്കെയാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ വരുന്നത്. ഓക്കെ, സോ ഇനി അടുത്തത് വരുമ്പം ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന്. സോ വി ഹാവ് എ പാർലമെൻറ്റ് ഇൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്, രണ്ട് സ്ഥലത്തും നമുക്ക് പാർലമെൻ്റ് ഉണ്ട്. ഓക്കെ, സോ ഈ
എന്താ പറയുക, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ പോലും അവിടെയാണ് നമ്മുടെ സ്റ്റേറ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പോൾ സെൻറ്ററിന് മൊത്തം ഇന്ത്യയിൽ മൊത്തം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്, അല്ലെങ്കിൽ സെൻറ്ററിലുള്ള ആൾക്കാരാണ്. സോ സെൻട്രലിലുള്ള പാർലമെൻ്റ് ആണ്. സോ അതാണ് അടുത്തത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു എമർജൻസി വരികയാണ്. ഓക്കെ, ഒരു എമർജൻസി വരുന്ന സമയത്ത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഒരു പവറും ഇല്ല. ഓക്കെ, ഫുൾ കൺട്രോൾ ആരാണ് ഏറ്റെടുക്കുന്നത്? സെൻറ്ററാണ്. ഓക്കെ, സോ ഇപ്പോൾ ഒരു ലിസ്റ്റ് വരികയാണ്. വി ഹാവ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത് എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റിൽ അത്യാവശ്യമുണ്ട്. ബട്ട് രണ്ട് പേർക്കും ചെയ്യാവുന്ന കൺകറൻറ്റ് ലിസ്റ്റ് എടുത്തു നോക്കിയാലോ, സ്റ്റേറ്റിനാണ് ഏറ്റവും കൂടുതൽ അതിൽ കൂടുതൽ പവർ. അതായത് സ്റ്റേറ്റും സെൻറ്ററും കൺകറൻറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂവുമായിട്ട് മീൻസ് എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ എതിർപ്പുണ്ടെങ്കിൽ പോലും യൂണിയൻ്റെ അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ വാദമേ നിലനിൽക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വി ഹാവ് യൂണിറ്ററി ക്യാരക്ടർ. സെൻറ്ററിനാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്, എ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി. സെൻറ്ററിനാണ് ഏറ്റവും കൂടുതൽ പവർ. സോ ഈ ഒരു ഫീച്ചറിനെയാണ് അടുത്തതായിട്ട് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, സോ ഇനി അടുത്തത് വരുമ്പം ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഓക്കെ, we have executive, legislature and judiciary. So എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒരു ചെറിയ രീതിക്കെങ്കിലും അവർ തമ്മിൽ ചെറിയ ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാം. ബട്ട് ജുഡീഷ്യറി ഈസ് ഓൾവേസ് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, സോ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ് അടുത്ത ഫീച്ചറായിട്ട് പറയുന്നത്. ഒരു കാര്യത്തിനും ഒരാളും ജുഡീഷ്യറിയെ സ്വാധീനിക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, എക്സിക്യൂട്ടീവ് ആയാലും ലെജിസ്ലേച്ചർ ആയാലും ഒരു രീതിക്കും അവരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കത്തില്ല. സോ അതാണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നുള്ളൊരു ഫീച്ചർ കൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് എ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. സോ നെക്സ്റ്റ് ഇസ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇതിനും ഒരു എക്സാമ്പിൾ പറയുകയാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദേ ഹാവ് ടു, അതായത് അവർക്ക് ഡുവൽ സിറ്റിസൺഷിപ്പാണ്. സ്റ്റേറ്റിനൊരു സിറ്റിസൺഷിപ്പ് ഉണ്ടാവും, സെൻറ്ററിൽ നിന്നൊരു സിറ്റിസൺഷിപ്പും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ അവരുടെ ഇന്ത്യക്ക് ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ട്. അപ്പം ഞാൻ കേരളത്തിൽ നിന്നാണെങ്കിൽ എനിക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു സിറ്റിസൺഷിപ്പും തരും. സോ അതാണ് ഡുവൽ സിറ്റിസൺഷിപ്പ് എന്നുകൊണ്ട് അമേരിക്കയിൽ അർത്ഥമാക്കുന്നത്. സോ ഇന്ത്യയിൽ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ അല്ലേ. സോ യെസ്, വി ഹാവ് ഇന്ത്യൻ എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. സോ അതാണ് ഇവിടെ പറയുന്നത് വി ഹാവ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ് ദാറ്റ് ഈസ് ഇന്ത്യൻ. നാഷണാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ ആണ്. ഓക്കെ, സോ അതാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. വി ആർ വൺ, അതായത് പ്രിയാമ്പിളിൽ പറഞ്ഞ പോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. യെസ്, അതുകൊണ്ടാണ് ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്, ഒരു ഡിസ്ക്രിമിനേഷനോ ഒന്നും ഇല്ലാതിരിക്കാനായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് അഡൾട്ട് സഫ്രേജ്. സോ 18 വയസ്സ് പൂർത്തിയായ ഓരോ വ്യക്തിക്കും ഇന്ത്യയിൽ വോട്ടുണ്ട് അല്ലേ. സോ അതാണ് അഡൾട്ട് സഫറേജ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദാറ്റ് വി ആർ ഈക്വൽ ആൻഡ് ബിഫോർ ദ ലോ ഓൾസോ വി ആർ ഈക്വൽ. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വി ഹാവ് എ അഡൾട്ട് സഫറേജ്. നമ്മളാണ് നമ്മളുടെ ഡെമോക്രസി എന്നുള്ള ഫീച്ചർ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഡൾട്ട് സഫറേജ് എന്ന ഫീച്ചറുമായിട്ട് വന്നിരിക്കുന്നത്. സോ ഡെമോക്രസി എന്ന് പറയുമ്പം വി ദ പീപ്പിൾ, നമ്മളാണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നത്. സോ അതിനു വേണ്ടി അഡൾട്ട് സഫറേജ് കൊടുക്കുന്നത്. ഓക്കെ, സോ എവ്രി വൺ ഹാസ് വോട്ട്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. സോ അതാണ് അഡൾട്ട് സഫറേജ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യൂണിയൻ ഗവൺമെൻറ്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. സോ അതാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. സ്റ്റേറ്റിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. ആൻഡ് സെൻറ്ററിലെ കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്നത്, അതായത് ഇന്ത്യ ഒട്ടുക്കെ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് സെൻറ്ററാണ്. സോ അതാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ചില സ്റ്റേറ്റുകളിൽ വലിയ വലിയ സംസ്ഥാനങ്ങളിലെല്ലാം ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണുള്ളത്. ഓക്കെ, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കേരളമാണ്, നമ്മുടെ കേരളത്തിൽ ആകെ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളൂ. പക്ഷേ നമ്മുടെ കേരളം പോലെ അല്ലല്ലോ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ. അവരെല്ലാം ചിലവർ വലുതായിരിക്കാം, ചിലത് ചെറുതായിരിക്കാം. സോ ഇപ്പോൾ ആന്ധ്രയാണെങ്കിൽ കൂടി തെലങ്കാന ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ബൈക്യാമറൽ ആയിരുന്നു. സോ അതുപോലെ തന്നെ വലിയ വലിയ സംസ്ഥാനങ്ങളിൽ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉണ്ട്. ഓക്കെ, 2 സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്. സോ അതിനെയാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. സോ പൊതുവേ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുവാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അസംബ്ലി. ഓക്കെ, അതായത് സ്റ്റേറ്റ് ഉണ്ട്, സെൻറ്ററും ഉണ്ട്. സോ അതാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്നുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അർത്ഥമാക്കുന്നത്. നമുക്കൊരു സ്റ്റേറ്റും ഉണ്ട്, ഒരു സെൻറ്ററും ഉണ്ട്. ഓക്കെ, സോ അതാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്
സെക്യുലറിസം. ഓക്കെ, സെക്യുലറിസം എന്ന് പറയുന്നത് മതേതരത്വം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റിലായാൽ പോലും പറയുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യമായ പരിഗണനയാണ് നൽകുന്നത് ഇന്ത്യയിൽ. സോ അതാണ് സെക്യുലറിസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു മതത്തിന് കൂടുതൽ പരിഗണനയോ ഒരു മതത്തിന് കുറവ് പരിഗണനയോ ഒന്നും നൽകുന്നില്ല ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ അതാണ് സെക്യുലറിസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ യെസ്, ദർ ആർ 8 ഫീച്ചേഴ്സ്. ഇനിയും ഒത്തിരി നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ബട്ട് മെയിനായിട്ടുള്ള 8 പോയിൻറ്റ്സാണ് ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ ലെറ്റ്സ് റീവൈൻഡ് ഇറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഫീച്ചർ, ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും നീളമേറിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, the constitution is the blend of flexibility and rigidity. നമ്മുടെ ചില പോർഷൻസ്, അതായത് ചില ഷെഡ്യൂൾസ് അല്ലെങ്കിൽ ചില പാർട്സ് നമുക്ക് പെട്ടെന്ന് അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഷോസ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ചില പാർട്സ് നമുക്ക് അത്ര പെട്ടെന്ന് അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ഇറ്റ് ഷോസ് ദ റിജിഡിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ ഇനി അടുത്തത് വരുന്നത് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. So we have a parliament, union cabinet and prime minister as its head. So പാർലമെൻറ്റിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. സോ അതാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ആൻഡ് നെക്സ്റ്റ്, വി ഹാവ് എ സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി. നമ്മളെല്ലാ കാര്യവും യൂണിയൻ ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത്. യൂണിയനാണ്. ഇപ്പോൾ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിലും സെൻറ്റർ എടുക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ പവർ സെൻറ്ററിനാണ്. സോ ഇറ്റ് ഷോസ് ദ സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ്. ആൻഡ് ഇൻഡിപെൻഡൻസി ഓഫ് ജുഡീഷ്യറി, ഒരു നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യത്തെയാണ് അത് കാണിക്കുന്നത്. സോ ബാക്കിയുള്ള എല്ലാ ഡീസെൻട്രലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും നമ്മുടെ ജുഡീഷ്യറിയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ആർക്കും ജുഡീഷ്യറിയെ സ്വാധീനിക്കാനായിട്ട് സാധിക്കില്ല. സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജുഡീഷ്യറിക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ അടുത്തത് സിംഗിൾ സിറ്റിസൺഷിപ്പ്. യെസ്, വി ആർ ഇന്ത്യൻ എന്നുള്ളൊരു സിംഗിൾ സിറ്റിസൺഷിപ്പാണ് നമുക്കുള്ളത്. ദാറ്റ് ഷോസ് ദ യൂണിറ്റി. ഓക്കെ, യൂണിറ്റി ഓഫ് ദ കൺട്രി. ഓക്കെ, സോ അടുത്തത് അഡൾട്ട് സഫറേജ് ആണ്. വി ഹാവ് ദ റൈറ്റ് ടു ഇലക്ട് ആർ റെപ്രസെൻറ്റേറ്റീവ്സ്. സോ 18 വയസ്സ് കഴിഞ്ഞ ഓരോ വ്യക്തിക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ഉണ്ട്. സോ അതാണ് അഡൾട്ട് സഫറേജ്. ആൻഡ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. യെസ്, വി ഹാവ് എ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് എ സ്റ്റേറ്റ് ഗവൺമെൻറ്. സോ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് അവർ തീരുമാനിക്കുന്നത്. ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, ദേ ഹാവ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് the particular state. So bicameral means center and we have a center and state. Okay, so bicameral legislature. Okay, and next is secularism. ഒരു particular state അല്ലെങ്കിൽ ഒരു particular religion. Okay, particular religionന് നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രത്യേക പരിഗണന നൽകുന്നില്ല. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയാണ്. അവരുടെ റിച്വൽസ്, കൾച്ചേഴ്സ് എല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതാണ് സെക്യുലറിസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ നമ്മളിന്ന് ബേസിക് ഫാക്ട്സ് പഠിച്ചു കുറച്ച്. ആൻഡ് വി ഓൾസോ സ്റ്റഡീഡ് ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് 8 സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇത് കൂടുതലായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ദിസ് ഇസ് സഫ്ന സൈനിങ് ഓഫ് ഫ്രം സക്സസ് അക്കാഡമി.